ആദരണീയരായ സുഹൃത്തുക്കളെ, കേരളത്തിൽ ആശാ വർക്കേഴ്സിൻ്റെ ജീവിക്കാൻ വേണ്ടിയുള്ള സമരം 100 ദിവസം പിന്നിട്ട് കഴിഞ്ഞു. 100 ദിവസം പിന്നിട്ട് കഴിഞ്ഞ ഈ സാഹചര്യത്തിൽ കാസർഗോഡ് നിന്ന് ആരംഭിച്ച ആ സമര യാത്ര 28-ാം തീയതി മുളന്തുരുത്തിയിൽ എത്തിച്ചേരുകയാണ്. മറ്റുള്ള സമരങ്ങളെക്കാളൊക്കെ വളരെ വ്യത്യസ്തമായൊരു സമരമാണ് ആശാ വർക്കേഴ്സിൻ്റെ സമരം. ഈ സമരത്തിൻ്റെ പ്രത്യേകത ജീവിക്കാൻ വേണ്ടി മാത്രം നടത്തുന്ന ഒരു സമരമാണ്. കേവലം 232 രൂപ കൊണ്ട് കേരളീയ സമൂഹത്തിൽ ഒരാൾക്കും ഒരു ദിവസം പോലും ജീവിക്കാൻ സാധ്യമാകാത്ത സാഹചര്യത്തിൽ പട്ടിണി അകറ്റാനും കുടുംബം പുലർത്താനും വേണ്ടി അതിജീവനത്തിനായി നടത്തുന്ന ഈ സമരത്തെ പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് വേണ്ട പിന്തുണ നൽകുവാനും പ്രബുദ്ധരായിരിക്കുന്ന ഈ നാട്ടിൽ എനിക്കും നിങ്ങൾക്കും കടമയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ള ഒരു വലിയ ദിവസമാണ് മെയ് 28 എന്ന് പറയുന്നത്. അപ്പോൾ കാസർഗോഡ് നിന്ന് ആരംഭിച്ചിരിക്കുന്ന ആ സമരയാത്ര മുളന്തുരുത്തിയിൽ മെയ് 28-ന് എത്തിച്ചേരുമ്പോൾ ആ ജാഥയെ ഉചിതമായ നിലയിൽ ഉജ്ജ്വലമായ രീതിയിൽ സ്വീകരിക്കേണ്ടത് നമ്മുടെ പൗരബോധമുള്ള എല്ലാവരുടെയും കടമയാണ്, ഉത്തരവാദിത്വമാണ്. ആ സ്വീകരണത്തിൽ ജാതി മത ഭേദമന്യേ വർഗ വർണ്ണ വിവേചനം കൂടാതെ കക്ഷി രാഷ്ട്രീയം കൂടാതെ ഇത് ജനകീയമായ ആവശ്യമാണെന്നുള്ള ബോധ്യത്തിൽ എല്ലാവരും പങ്കെടുത്ത് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആ സമരത്തെ വിജയിപ്പിക്കാൻ ആവശ്യമായ പ്രോത്സാഹനം കൊടുക്കണമെന്ന് വളരെ വിനയത്തോടെ അതിലുപരി സ്നേഹത്തോടെ നിങ്ങളെല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ നേരുന്നു.